ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ആമ്പലിൻ്റെ ലീഫിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ് അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തേക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു ആമ്പലാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആമ്പലിൻ്റെ പേര് ബ്ലൂ വിസിൽ എന്നാണ്, ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാ ഒരു വെറൈറ്റിയിൽ നിന്നും നമുക്കിതുപോലെ ലീഫിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില വെറൈറ്റികൾ മാത്രമേ നമുക്ക് ആമ്പൽ ഇതുപോലെ ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല അതിൻ്റെ ലീഫ് അത്യാവശ്യം നല്ലൊരു മൂത്ത ലീഫ് വേണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലോ നിങ്ങൾക്ക് ഒരു നോഡ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ നോഡും വന്നിട്ടുണ്ടാവും. ചില നോഡ് നമുക്ക് ഫെയിലായി പോയതുണ്ടാവും. ആ ഫെയിലായി പോയത് നമ്മൾ സെലക്ട് ചെയ്യരുത്, അത് മുളച്ചിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുപോലെ നല്ലൊരു ഹെൽത്തി ആയൊരു ലീഫ് നോക്കിയിട്ട് വേണം അതുപോലെ കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പോട്ടിൽ തന്നെ നമുക്ക് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പോട്ടിൽ കമഴ്ത്തി ഇട്ട് കൊടുക്കാം. അങ്ങനെ കമഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു വെള്ളം ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗം പെട്ടെന്ന് മുളച്ചിട്ട് നമുക്കിതുപോലെ നമുക്ക് വലിയ ആമ്പലിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത കുറച്ച് ആമ്പലിൻ്റെ ലീഫുകളാണിത്. ഒരു ബക്കറ്റിലാണ് ഞാനിത് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് ലീഫ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലീഫ് കട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് ഒരു 5 ലീഫൊക്കെ 5ഓ 6ഓ ലീഫൊക്കെ മദർ പ്ലാന്റിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ലീഫൊക്കെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ലീഫൊന്നും ആമ്പലിന് വേണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു നോഡ് വന്നിട്ടുള്ളത് മാത്രം വേണം സെലക്ട് ചെയ്തെടുക്കാൻ. അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആ ഒരു ലീഫ് ഇങ്ങനെ ഫെയിലായി പോകുന്നതിനനുസരിച്ച് പഴുത്തിട്ട് കണ്ടില്ല, ലീഫ് ഇങ്ങനെ അത് വളരുന്നതിനനുസരിച്ച് ആ പ്ലാന്റ്സ് വളരുന്നതിനനുസരിച്ച് ആ ലീഫ് ഇങ്ങനെ ഫെയിലായി പോകും. ഫുള്ളായിട്ട് ഫെയിലായി പോകുമ്പോൾ നമുക്ക് അത് എന്താ പറയുക വേറെ പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലീഫ് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് വെള്ളത്തിലിട്ട് വെക്കരുത്. അപ്പോൾ തന്നെ നമുക്ക് പ്ലാന്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആമ്പൽ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയുള്ള നല്ല കല്ലും അതുപോലെ തന്നെ തരിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് മണ്ണെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആമ്പലിൻ്റെ വേരുകളൊന്നും ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് വേണം മണ്ണിൽ ഇതുപോലെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേര് നല്ല സ്മൂത്തായിട്ട് ഓടണം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് വളർച്ചയെ ബാധിക്കും. അതുകൊണ്ടാണ് കല്ലും അതുപോലെ തന്നെ ചരലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ചാണകപ്പൊടി എടുക്കുന്നുണ്ട്. ചാണകപ്പൊടി നല്ല എന്താ പറയുക നൈസാക്കിയതിന് ശേഷം അടിഭാഗത്ത് ഒരു 1/4 ഭാഗം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ മണ്ണ് മേൽഭാഗത്ത് ഇട്ട് കൊടുക്കുക. മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചാണകത്തിൻ്റെ ആ ഒരു ഇത് തെളിവാക്കി എടുത്തിട്ട് അത് മേലെ വന്നിട്ട് വെള്ളത്തിൽ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അടിഭാഗത്ത് അതുപോലെ ചാണകം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മേൽഭാഗം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചളി പരുവമാക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചാണകത്തിന് വെള്ളം ആവാൻ പാടില്ല. അതുകൊണ്ടാണ് മേൽഭാഗം മാത്രം വെള്ളമാക്കി എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ആമ്പലിൻ്റെ തൈ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അടിയിലേക്കായിട്ട് വെച്ച് കൊടുക്കരുത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലായി പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് മേൽഭാഗം ആ സെൻറ്റർ പോർഷൻ തന്നെ നമ്മൾ ഇതിനായിട്ട് സെലക്ട് ചെയ്യണം.
അത് അത്യാവശ്യം ചെറിയൊരു പോട്ടാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ തൈയല്ല, അതുകൊണ്ടാണ് ചെറിയൊരു പോട്ടിൽ വെക്കുന്നത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആയതിന് ശേഷം നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കയ്യിൽ ഞാൻ മൊബൈൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ 2 കൈ കൊണ്ടാണെങ്കിൽ നമുക്ക് നല്ലപോലെ ലീഫൊക്കെ നല്ലപോലെ ആക്കിയിട്ട് പ്ലാന്റ് ചെയ്യാം, കാണിക്കാൻ പറ്റും. ഇതിപ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ആഴത്തിലേക്കൊന്നും ഇത് പ്ലാന്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ലീഫൊക്കെ ശരിക്ക് അതിൻ്റെ കറക്റ്റ് സ്ഥലത്തൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഇതായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുത്തി ഒഴിച്ചു കൊടുക്കരുത്. പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ആ പ്ലാന്റിന് ഇളക്കം തട്ടാത്ത രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ആ പ്ലാന്റിൻ്റെ ലീഫൊക്കെ അതിൽ കിടന്നിട്ട് വെള്ളത്തിൽ തട്ടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് വലിയൊരു പോട്ടിലേക്ക് ഇത് ഇറക്കി എടുക്കണം, അതായത് പോട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്യണം. അങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വലിയ ലീഫും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ഇതിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.